ക്ലാസ്സാണ്. നമ്മളിന്ന് 10ാം ക്ലാസ്സുകാർക്ക് വേണ്ടി അരിത്മെറ്റിക് സീക്വൻസിലെ സം ഓഫ് n ടൈംസ് എന്ന് പറഞ്ഞാൽ തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുല വെച്ചുകൊണ്ടുള്ളൊരു ക്വസ്റ്റനാണ്. നമുക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ലാസ്റ്റ് എക്സസൈസിലെ ക്വസ്റ്റനാണ്. ഇതിനകത്ത് കുറേ ടൈപ്പ് ക്വസ്റ്റൻസ് ഉണ്ട്. ഇത് അതിൻ്റെ ഡയറക്റ്റ് ക്വസ്റ്റനാണ്. ഇതൊക്കെ എക്സാമിന് വരും. പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇത്തിരി മാറിയൊക്കെയുള്ള ക്വസ്റ്റൻസുകൾ വരും. നിങ്ങൾ ഒരിക്കലും വിചാരിക്കില്ല ടെക്സ്റ്റ് ബുക്കിലെ പോലെ ക്വസ്റ്റൻ എക്സാമിന് വരുമെന്ന്. എന്തായാലും മാറ്റം വരും. ആ രീതി കൂടെ പഠിക്കണം. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് മാത്സിനെ പഠിച്ച് ഫുൾ മാർക്കിൽ എത്തിക്കേണ്ട എല്ലാ കാര്യങ്ങളും തന്നുകൊണ്ടുള്ളതാണ്. അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708543 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജോ ജോയിൻ ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ക്ലാസ്സുകളിലെല്ലാം നമുക്ക് നോട്ട്സുകൾ, എക്സാം എടുക്കുമ്പോൾ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ, ലാസ്റ്റിൽ ക്വസ്റ്റ്യൻ പാക്കേജ്. ക്വസ്റ്റ്യൻ പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യനും ആൻസറോടെ തരികയാണ്. പിന്നെ ഇക്വേഷൻ ബുക്കിലേറ്റ് പോസ്റ്റലായിട്ട് വീട്ടിലോട്ട് അയച്ചു തരും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഫൈൻഡ് ദ സം ഓഫ് 20 ടൈംസ് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 2, 12, 22 എക്സെട്ര. അപ്പോൾ നമ്മൾ ഇത് എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു ഫോർമുലയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ എഫ് എഴുതാം. എഫ് എന്ന് പറഞ്ഞാൽ ആരാ? 2 ഫസ്റ്റ് ടൈം. ഡി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം, ദാറ്റ് ഈസ് x2 മൈനസ് x1, ദാറ്റ് ഈസ് 12 മൈനസ് 2. ആൻസർ ആരാണ്? 10. ഓക്കെ, ഇനി നമ്പർ ഓഫ് ടേംസ് എത്ര? ഇവിടെ കൂട്ടേണ്ട ടേംസുകളുടെ എണ്ണം എത്ര? 20. ഇത്ര മതി. അങ്ങനെയാണെങ്കിൽ സമ്മിൻ്റെ ഫോർമുല എല്ലാവരും ശ്രദ്ധിക്കുക. ഡി ഇൻറ്റു എൻ ഇൻറ്റു n പ്ലസ് 1/2 പ്ലസ് എഫ് മൈനസ് ഡി ഇൻറ്റു എൻ. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ എ ഇൻറ്റു എൻ ഇൻറ്റു n പ്ലസ് 1/2 പ്ലസ് ബി എൻ എന്നൊക്കെ ടെക്സ്റ്റ് ബുക്ക് കിടപ്പുണ്ട്. ഈ ബിന് പകരം ഞാനങ്ങ് എഫ് മൈനസ് ഡി എന്ന് കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയും എയും ബിയും ഒക്കെ ഇനി കാണാതെ പഠിക്കേണ്ട, ഇങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി. ഓക്കെ, ഇവിടെ വാല്യൂസുകൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഡി എത്ര മോനെ? 10. അപ്പോൾ ഡിക്ക് പകരം 10 ഇൻറ്റു എൻ എത്രയായിരുന്നു? 20. അപ്പോൾ ഈ എന്നിന് പകരം 20. n പ്ലസ് 1 എന്ന് പറയുമ്പോൾ 20 പ്ലസ് 1. വാട്ട് ഈസ് 20 പ്ലസ് 1? 20 വേണമെന്ന് എഴുതിയാൽ എന്തിനാണ് ചുമ്മാതെ ഒരു സ്റ്റെപ്പ് കളയുന്നത്? ബൈ ആരാ? 2 പ്ലസ് എഫ് മൈനസ് ഡി. എഫ് എത്ര? 2 മൈനസ് ഡി എത്രയായിരുന്നു? 10 ഇൻറ്റു 20. കൃത്യമായിട്ട് മനസ്സിലായി ഇല്ലയോ? വളരെ എളുപ്പമല്ലേ മക്കളെ? വളരെ സിമ്പിളായിട്ടല്ലേ മനസ്സിലായത്? വളരെ എളുപ്പത്തിൽ മനസ്സിലായി പോകണം. ഒട്ടും സമയം കളയരുത്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ആരെങ്കിലും ഒരാളെ കട്ടുന്നുണ്ട്. ഈ 2 കൊണ്ട് 20 കട്ട് ചെയ്ത് എത്ര കിട്ടും മോനെ? 10 കിട്ടും ഇല്ലേ? വേറെ ഈ 2 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന ഈ 2 പേരുണ്ട്. 20 ആണെങ്കിൽ ഇച്ചിരി ഈസിയാണ് കേട്ടോ. ദാറ്റ് ഈസ് 10 ഇൻറ്റു 10 ഇൻറ്റു 21. 10 ഇൻറ്റു 10 എത്ര മോനെ? 100. 100 ഇൻറ്റു 21 എന്ന് പറയുമ്പോൾ 2100. ശരിയല്ലേ? 2100. 2 മൈനസ് 10 മൈനസ് 8 ഇൻറ്റു 20. ഓക്കെ ആണല്ലോ? ആൻസർ ചെയ്യുമ്പോൾ 2100 മൈനസ് 160 എന്ന് വരും. ശരിയല്ലേ? 2100 നിന്നും 160. 2100 മൈനസ് 160 കുറയ്ക്കുമ്പോൾ 0. 10 6 പോയാൽ 4. ഇവിടുന്ന് അപ്പോൾ 0 1 പോയാൽ 9. 1940. കഴിഞ്ഞു മോനെ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. സംഭവം ഓക്കെ ആയിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നോക്കിക്കേ, 0, 10, ഇഷ്ടം 1 അല്ലേ? 1 ഇഷ്ടം 1, 2. ഓക്കെ, അപ്പോൾ 1940 പരിപാടിയൊക്കെ ഇട്ട് ഇത്രയും സിമ്പിളായിട്ട് വേണം ഈ ഫോർമുല വെച്ചുകൊണ്ട് ചെയ്യാൻ. ഇങ്ങനത്തെ സീക്വൻസുകളുടെ സം വന്നാൽ ഈ രീതിയിൽ കൂടെ വേണം ചെയ്യാൻ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഗുഡ് ബൈ.